Hello friends, welcome to English Time. A Snake in the Grass by R.K. നാരായൺ എന്ന സ്റ്റോറിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ക്ലാസ് ഫുള്ള് കേട്ടാൽ ഒരു സംഗതി ചെയ്യാനുണ്ട്, അത് ലാസ്റ്റ് പറയാം. ഓക്കെ, ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗത്തേക്ക് കടക്കാം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കാം. At 5 in the evening, വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ ദ ത്രൂ അവേ ദെയർ സ്റ്റിക്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്, അവരവരുടെ ഉപകരണങ്ങൾ അതുപോലെ ആയുധങ്ങൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞു. ആൻഡ് റിട്ടേൺ ടു വെരാൻഡ ടു റെസ്റ്റ്. അങ്ങനെ അവരൊക്കെ വരാന്തയിലേക്ക് ഒരു വിശ്രമത്തിനായി മടങ്ങി. They had turned up every stone in the garden. പൂന്തോട്ടത്തിൽ എല്ലാ കല്ലുകളൊക്കെ അവർ മറിച്ചിട്ടിരുന്നു. ആൻഡ് കട്ട് ഡൗൺ എവറി ഗ്രാസ് ബ്ലേഡ് ആൻഡ് ഷേർബ്, എല്ലാ പുല്ലുകളും അതുപോലെ കുറ്റിച്ചെടികളും ഒക്കെ മുറിച്ചിട്ടു. സോ ദാറ്റ് ദ ടിനിയസ്റ്റ് ഇൻസെക്റ്റ് കമ്മിങ് ഇൻ ടു ദ ഗാർഡൻ ഷുഡ് ഹാവ് നോ കവർ. അങ്ങനെ എല്ലാം വെടിപ്പായി വൃത്തിയാക്കിയത് കൊണ്ട് പൂന്തോട്ടത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രാണിയെപ്പോലും യാതൊരു മറയും കൂടാതെ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവർ they were loudly discussing various measures they would taken to protect themselves against reptiles in the future. അങ്ങനെ അവരെല്ലാവരും ഇരുന്നിട്ട് ഭാവിയിൽ പാമ്പുകൾക്കെതിരെ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ, ആ നടപടികളെക്കുറിച്ച് ഉറക്കെ അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാസ അപ്പിയേർഡ് ബിഫോർ ദം, അവർക്ക് മുമ്പിൽ നമ്മുടെ ദാസ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണ്? carrying a water pot whose mouth was sealed with a slab of stone. അവൻ വരുന്നത്? ഒരു തറയോട് കൊണ്ട് വായൊക്കെ മൂടിയ ഒരു കൂജയുണ്ട് അവൻ്റെ കയ്യിൽ. ആ കൂജയുമായിട്ടാണ് ദാസ് അവിടെ വന്നത്. അങ്ങനെ അവൻ വന്നിട്ട് he put the pot down and said, I have catch him in this. അവന് വന്നിട്ട് അവൻ ആ കൂജ താഴെ വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഞാൻ അവനെ ഇതിനകത്ത് പിടിച്ചു, പാമ്പിനെ പിടിച്ച് ഉള്ളിലാക്കിയിട്ടുണ്ട്. ഹി എക്സ്പ്ലൈൻഡ്, ക്യാച്ച് ഹിം ഇൻ ദിസ്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഹിറ്റ്. ഐ സോ ഹിം ബിഫോർ ഹി കുഡ് സീ മീ. അങ്ങനെ ഞാൻ അവനെ ഇതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട്. അവൻ ഇതിനകത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവന് എന്നെ കാണാൻ കഴിയുന്നതിൻ്റെ മുമ്പ് ഞാൻ അവനെ കണ്ടു എന്നൊക്കെ ഈ ദാസ് അങ്ങനെ പറയാണ്. He explained at length the strategy he had employed to catch and seal up the snake in the pot. അങ്ങനെ അവന് പാമ്പിനെ കൂജയിലടക്കാൻ പ്രയോഗിച്ച അവൻ്റെ തന്ത്രം അതൊക്കെ അവന് വിശദീകരിച്ചു കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. ഈ സമയത്ത് they stood at a safe distance and gazed on the pot. ഈ സമയത്ത് അവരൊക്കെ ഒരു ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ട് കുറച്ച് ദൂരത്ത് നിന്ന് ആ പോട്ടിലേക്ക് ഇങ്ങനെ കൂജയിലേക്ക് തുറിച്ചു നോക്കി. ദാസ ഹാഡ് എ ഗ്ലൗ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. ദാസയുടെ മുഖത്ത് ഒരു ചാമ്പ്യൻ്റെ തിളക്കമുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയാണ്, ഡോണ്ട് കോൾ മീ ആൻ ഐഡ്ലർ ഹിയർ ആഫ്റ്റർ. ഇനി ഇതിന് ശേഷം മേലിൽ എന്നെ മടിയൻ എന്ന് വിളിക്കരുത്. ഹി സെഡ്, അവൻ പറഞ്ഞു. മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്പ്നെസ്. അയാളുടെ ആ ജാഗ്രതയെ അമ്മ അഭിനന്ദിച്ചു. ആൻഡ് വിഷ്ഡ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് എ ഷോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. അങ്ങനെ അമ്മ അവൻ എന്ത് ചെയ്തു? മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്പ്നെസ് ആൻഡ് വിഷ്ഡ് ഷീ ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് എ ഷോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. അമ്മ അവനെ അഭിനന്ദിച്ചുകൊണ്ട്
മതപരമായ ചടങ്ങെന്ന നിലയിൽ ഒരു പാത്രത്തിൽ കുറച്ച് പാല് വെക്കണമായിരുന്നുവെന്ന് ആ അമ്മ വിചാരിച്ചു. He picked up the pot cautiously and walked off, saying that he would leave the pot and its content with the snake charmer living nearby. അങ്ങനെ അവൻ ആ കൂജയും അതിലുള്ളിലെ സാധനമൊക്കെ എടുത്ത് അതിനടുത്ത് താമസിക്കുന്ന പാമ്പാട്ടിയെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പോട്ട് വളരെ ശ്രദ്ധയോടുകൂടി എടുത്തിട്ട് അവിടുന്ന് നടന്നുപോയി. അങ്ങനെ ഹി ബിക്കം ദ ഹീറോ ഓഫ് ദ ഡേ. അന്നത്തെ ഹീറോ ആയി, വീരനായി അയാൾ മാറി. ദേ വാച്ച്ഡ് ഹിം ഇൻ ഗ്രേറ്റ് അഡ്മിറേഷൻ. അയാളെ അവരെല്ലാവരും വളരെ ആദരവോടുകൂടെ നോക്കി. ഡിസൈഡഡ് ടു റിവാർഡ് ഹിം അഡിക്വൻ്റ്ലി. അങ്ങനെ അയാൾക്ക് വേണ്ടതുപോലെയുള്ള സമ്മാനം കൊടുക്കാൻ അവർ തീരുമാനിച്ചു. The last paragraph. It was 5 minutes since Dasa had gone when a youngest son cried, "See there!" ദാസ അവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇളയ മകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "ദാ അവിടെ കണ്ടോ, see there, അവിടെ കണ്ടോ, out of a hole in a compound wall a cobra emerged." അതെ, അവിടെ ആ ചുറ്റുമതിലിൻ്റെ ഒരു പൊത്തിൽ നിന്നുകൊണ്ടൊരു മൂർഖൻ പാമ്പ് പുറത്തു വന്നു. Glided along toward the gate, paused for a moment to look at the gathering in the veranda with its hood half raised. അങ്ങനെ ആ ഹോളിൽ നിന്നും പുറത്തു വന്ന പാമ്പ് ഗേറ്റിനടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങി പകുതി വിടർത്തിയിട്ട് വരാന്തയിലെ ജനക്കൂട്ടത്തെ ഒന്ന് നോക്കി. It crawled under the gate and disappeared along a drain. പിന്നീടത് ആ ഗേറ്റിനടിയിലൂടെ ഇഴഞ്ഞ് ഒരു ഓടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. When they recovered from the shock, ഞെട്ടലിൽ നിന്ന് അവർ വിമുക്തരായപ്പോൾ, ഞെട്ടലൊക്കെ മാറിയപ്പോൾ, they asked, "Does it mean there are 2 snakes here?" എന്താ അവർ ചോദിച്ചത്? ഇവിടെ 2 പാമ്പുണ്ടായിരുന്നോ? The college boy murmured, "I wish I had taken the risk and knocked the water pot from Dasa's hand." അപ്പോൾ ആ കോളേജ് വിദ്യാർത്ഥിയായ ആ മകന് പിറുപിറുത്ത് എന്താ പറഞ്ഞത്? ദാസയുടെ കയ്യിൽ നിന്ന് കൂജ വാങ്ങി പൊട്ടിക്കുക എന്ന ഒരു സാഹസം ചെയ്യണമായിരുന്നു. ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. "We might have known that it contained." അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൂജയിൽ എന്തായിരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞേനെ എന്ന് ആ കുട്ടി പറയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാഠം. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്ന പാഠം. ഗെയ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? തുറിച്ച് നോക്കുന്നതിനാണ് ഗെയ്സ്ഡ് എന്ന് പറയാം. കിട്ടാത്ത വർക്കുകളുണ്ടോ? ഏതൊക്കെയാണ്? ഒന്ന് ഇംപ്ലിമെൻറ്റ് മീൻസ് ടൂൾസ്. ടേൺ അപ്പ് മറിച്ചിടുക, നേരെ നിൽക്കണൊക്കെ മറിച്ചിടുന്നതിനാണ് ടേൺ അപ്പ്. ടിനിയസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ്, ഏറ്റവും ചെറിയ സാധനം. പീപ്പിംഗ് ഔട്ട് ഒളിഞ്ഞു നോക്കുക. ഓൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ നീളം മുഴുവനായുള്ള. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രം. എ പ്ലാൻ ഡിസൈൻ ഫോർ എ പെർട്ടിക്കുലർ പേർപ്പസ്. പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്ന പ്ലാനിനാണ് സ്ട്രാറ്റജി എന്ന് പറയാം, തന്ത്രം. ഗെയ്സ്ഡ് എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കി. ഫീലിംഗ് എ പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി, ഒരു തിളക്കം, ഇതൊക്കെ തോന്നുക. ഡില്ലർ പറഞ്ഞാൽ എ ലാസി പേഴ്സൺ, മടിയൻ. ഹിയർ ആഫ്റ്റർ എന്നാൽ ഭാവിയിൽ, ഇനി മുതൽ, മേലിൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇൻ ഫ്യൂച്ചർ. കോംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ
അഭിനന്ദിച്ചു. എക്സ്പ്രസ്ഡ് അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ് അഡ്മിറേഷൻ, കോംപ്ലിമെൻറ്റ്. ഷാർപ്നെസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഊർജ്ജസ്വലത, ശ്രദ്ധ, അതുപോലെ നമ്മുടെ ജാഗ്രത അർത്ഥമുണ്ട്. അലേർട്ട്നെസ്. കോഷ്യസ്ലി എന്ന് പറഞ്ഞാൽ കെയർഫുൾ, വളരെ ശ്രദ്ധയോടെ. അഡിക്വേറ്റ്ലി പറഞ്ഞാൽ മതിയാവോളം, വേണ്ടതുപോലെ. സഫിഷ്യൻ്റ്ലി. എമേർജ്ഡ് പറഞ്ഞാൽ പുറത്തു വരിക, കം ഔട്ട്. ഗ്ലൈഡൺ ഇഴഞ്ഞു നീങ്ങുക. മൂവ് അലോങ് സ്മൂത്ത്ലി ആൻഡ് കണ്ടിന്യൂസ്ലി. ഓക്കെ, അപ്പം ഈ പാഠത്തിൽ നിങ്ങൾ ക്ലാസ് കേട്ട കുട്ടികൾ നിർബന്ധമായിട്ടും കമൻറ്റ് ഇടണം. യൂട്യൂബിൽ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റ് ഇട്ടാലേ ഞാൻ അറിയുള്ളൂ ആരൊക്കെ ക്ലാസ് കേട്ടത് എന്നുള്ളത്. പിന്നെ ഈ പാഠത്തിലുള്ള വർക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ കുട്ടികളും ഈ പാഠത്തിൻ്റെ സമ്മറി എഴുതുക. പാഠത്തിൻ്റെ സമ്മറി വളരെ വിശാലമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ കഴിയും. ഇതന്നെ എഴുതണം എന്നില്ല, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ മാക്സിമം ഉഷാറാക്കി എഴുതാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.